അതുപോലെ തന്നെ വേറൊരു കൺസേൺ ആൾക്കാർക്കുള്ളത് ഈ അഡിനോയിഡ് ഗ്രന്ഥി വീണ്ടും വരുമോ എന്ന് ചോദിക്കും സ്ഥിരമായിട്ട്. ഇപ്പം നമ്മളൊരു പേഷ്യന്റിനോട് ഇപ്പോൾ സർജറി പറയുകയാണെങ്കിൽ അവരുടെ പാരൻസ് ആദ്യം ചോദിക്കുന്നത്, അല്ല ഡോക്ടർ ഇത് തിരിച്ചു വരൂലേ? അപ്പം ഞാൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, അങ്ങനെ ഒരു വലിയൊരു സാധനം തടസ്സമുണ്ട്, അത് മാറ്റാതെ നിങ്ങൾ വീണ്ടും വരുന്ന വെച്ചാൽ തടസ്സം മാറ്റാതിരിക്കുകയാണോ? അതായത് ആദ്യം ആ അസുഖത്തെ ട്രീറ്റ് ചെയ്യുക, എന്നിട്ട് പിന്നെ ബാക്കി ആലോചിക്കും. പക്ഷെ അതിലും വേറൊരു കാര്യം എന്താ അറിയോ, ഈ ആൾക്കാർ പറയും കുട്ടികളെ മൂക്കിൽ ദശയുണ്ട്, അതായത് മൂക്കിനകത്ത് നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്ന ടെർബിനേറ്റിനോ അല്ലെങ്കിൽ പാലത്തിന്റെ വളവിനോ അല്ലെങ്കിൽ മൂക്കിനകത്ത് അലർജി കാരണം വരുന്ന സാധനത്തിനോ അല്ലെങ്കിൽ ഒരു ട്യൂമറിനോ അഡിനോയിഡിനോ ഒക്കെ കോമൺ ആയി പറഞ്ഞൊരു പേരാണ് ദശ. അപ്പൊ അവരെന്ത് ചെയ്യും, എൻ്റെ വീടിനടുത്തുള്ള ആൾക്ക് മൂക്കിലൊരു സർജറി ഉണ്ടായിരുന്നു, ദശേന്റെ സർജറി. അതൊരു വലിയ ആളായിരിക്കും, അത് ചിലപ്പോൾ അലർജി കാരണം വന്ന പോളിപ്പായിരിക്കും, അതിനൊരു ദശ എന്നാ പറയാ. അപ്പൊ ദശ വന്നു, സർജറി ചെയ്ത് വീണ്ടും വന്നു. പക്ഷേ അലർജിയുടെ ട്രീറ്റ്മെന്റ് അലർജിയുടെ ദശയാണെങ്കിൽ 100% വീണ്ടും വരും, തിരിച്ചു വരും അല്ലേ? അതെ. പക്ഷെ അഡിനോയിഡ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ കുറച്ചുകൂടെ നമ്മളെ ഈ കോബുലേഷനും എൻഡോസ്കോപ്പ് ഒക്കെ വന്ന് കുറച്ചുകൂടി പ്രിസൈസ് ആണ്. കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു 90-95% ഒക്കെ റിക്കറൻസ് റേറ്റ് ഉണ്ടാവില്ല. പിന്നെ വേറുള്ള ഒരു സംശയമാണ്, ചിലർക്ക് ഈ അഡിനോയിഡ് ഗ്രന്ഥിയിൽ തന്നെ അണുക്കൾ ഉണ്ടായിട്ട് അത് നമ്മൾ ബയോഫിലിം എന്നൊക്കെ പറയുന്നത്, റിസർവോയർ ഓഫ് ഇൻഫെക്ഷൻ ആയിട്ട് അത് കാരണം തന്നെ ജലദോഷം വരാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 100 പേർക്ക് ചെയ്ത ഒരു 60-70 പേർക്കും ആ അഡിനോയിഡ് ഗ്രന്ഥി പോകുമ്പോൾ തന്നെ ആ ജലദോഷം നിൽക്കും. പക്ഷെ ഒരു 30% 25% ആൾക്കാർക്ക് വീണ്ടും ജലദോഷം എന്ന് പറഞ്ഞ് വരാറുണ്ട്. അലർജി ഉള്ള ആളുകൾക്ക് അഡിനോയിഡ് മാറ്റിയോണ്ട് അലർജി മാറുമോ? ഇല്ല. അപ്പൊ അലർജി ട്രീറ്റ്മെന്റ് നമ്മൾ വേറെ നടത്തേണ്ടി വരും. അതിന്റെ കൂടെ തന്നെ നടത്തണം. ഇപ്പൊ ഒരു 5 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നമ്മൾ അലർജിയുടെ ടെസ്റ്റ്, സ്കിൻ ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ അഡിനോയിഡ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അലർജിന്റെ ഭാഗമായിട്ടുള്ള ഇവാലുവേഷൻ നടക്കും. അതെ.